ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെയും വിഷുദിനാശംസകൾ. ഈ ഒരു വിഷുക്കാലത്ത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എല്ലാ കോഴ്സുകളും അപ് ടു 30% ഓഫറോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSIയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ജെനറ്റിക്സ് അല്ലെ. ആ ജെനറ്റിക്സിലെ ക്രോമസോമൽ അനോമലീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒരു HSI എക്സാമിന് 120 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഈ 120 ഡേയ്സ് എന്ന് പറയുന്നത് ഏറ്റവും നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് അല്ലേ. അതായത് ഇന്ന് വരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർ, ഇല്ലെങ്കിൽ ഈ വെക്കേഷൻ കിട്ടിയിട്ട് പഠിക്കാനെന്ന് ഇരിക്കുന്ന പല ടീച്ചേഴ്സും ഇപ്പോൾ എൻ്റെ മുമ്പിലുണ്ടാവും. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ 120 ഡേയ്സ് എന്ന് പറയുന്നത്, കാരണം നിങ്ങളെ സംബന്ധിച്ച് 6 വർഷം പഠിക്കേണ്ട പോർഷൻസ് ആണ് നമ്മൾ എത്ര ദിവസത്തിലോട്ട് മാറ്റേണ്ടത്, ഇനി വരുന്ന ഈ 120 ഡേയ്സിലോട്ട് മാറ്റേണ്ടത്. അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കഠിനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. HSI എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം തന്നെയാണ്. ഒരു ടീച്ചറാവുക എന്നുള്ള ആഗ്രഹം മുൻനിർത്തി പഠിക്കുന്നവരെല്ലാവരും സംബന്ധിച്ച് HSI നേടിയെടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു വാശി കൂടിയാണ് അല്ലേ. തീർച്ചയായിട്ടും ഈ വാശി വിജയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുകൂടി ഉണ്ടാവണം? വാശി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എന്തുകൂടി വേണം? ഒരു ഹാർഡ് വർക്കിംഗ് കൂടി വേണം. വെക്കേഷൻ ബാച്ചിലൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും 3 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ കിട്ടും. അതായത് ഇതുവരെ ആയിട്ടും ഇന്നേ വരെ ആ പുസ്തകമോ അല്ലെങ്കിൽ സിലബസ് പോലുമോ മൊത്തം നോക്കി കഴിയാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി പഠിച്ചു തുടങ്ങിയവർക്ക് ഇതെന്തുമാകും? ഇതൊരു കൂടുതൽ റിവിഷൻ പോർഷൻ കൂടിയാകും അല്ലേ. ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഈ ലൈവ് ക്ലാസ്സുകളിലാണ്. ഒരു ദിവസം 3 മണിക്കൂർ കിട്ടുന്ന ലൈവ് എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ എന്ന് ഞാൻ പറയുള്ളൂ. ഇനിയുള്ള ഈ സമയം എന്ന് വെച്ചാൽ നമുക്കെല്ലാം വായിച്ചു പഠിച്ചെടുത്ത് എക്സാം എഴുതാനുള്ള സമയമില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ക്രിസ്പായിട്ട് എന്നാൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള മൂല്യങ്ങളെല്ലാം നേടിയെടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ആ സിലബസിനെ ഒന്ന് കവർ ചെയ്യാൻ. ആ കവർ ചെയ്യാൻ ഈ 45 ഡേയ്സിന് വേണ്ടിയിട്ട് CCയുടെ പുതിയ കോഴ്സിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വെക്കേഷൻ ബാച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണുമടച്ച് വന്ന് ജോയിൻ ചെയ്യാം. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ കൊണ്ട് ഈ 45 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന സിലബസിനകത്തുള്ള 80% പോർഷൻസും ഞങ്ങൾ കവർ ചെയ്യും. ബാക്കി വരുന്ന 20% ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കും അല്ലേ. 45 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കും. പക്ഷേ എക്സാമിന് ഇനിയും ദിവസങ്ങളുണ്ടാവും. ആ 45 ഡേയ്സ് കൊണ്ട് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ലൈവ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ മെൻ്റൽ ക്ലാസ്സുകളിലൂടെയും എന്ത് ചെയ്യും? ബാക്കിയുള്ള പോർഷൻസും തീർക്കാം. അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീരും. പിന്നീട് എന്ത് ചെയ്യും? 5 മോഡൽ എക്സാംസും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 എക്സാംസ് എഴുതുന്നത് വഴി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാം അല്ലേ. നമ്മളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം പോയി എഴുതുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ? ഈ പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നെല്ലാം പല രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സാമിനെ സമീപിക്കുമ്പോൾ ഒരു മെയിൻ എക്സാം എഴുതുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളൊരു റിവിഷൻ എന്ന രീതിയിൽ ഒരു 3, 4, 5 എക്സാംസ് എങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് എക്സാം എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ എക്സാം എഴുതുമ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരും അല്ലേ. ആദ്യത്തെ എക്സാമിന് ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരും. സാധിച്ചില്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം അതിൽ നന്നായിട്ട് പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിച്ച് ഒരു 5 റിവിഷൻ എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ ഒരു കോൺഫിഡൻസോടു കൂടി നിങ്ങൾ പോയി എക്സാം എഴുതിക്കോ. തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പെടും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പേര് വന്നതുകൊണ്ട് നമുക്ക് HSI കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടില്ല. ആദ്യത്തെ 20 റാങ്ക് തന്നെ വരണം. അപ്പോൾ ആദ്യത്തെ 20 റാങ്കുകളിൽ നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാം, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്ന കോഴ്സാണ് HSI വെക്കേഷൻ ബാച്ച്. ഇനി ആലോചിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ചേരാമെന്നോ ഒന്നും വിചാരിക്കാനുള്ള സമയമില്ല. 45 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ക്രിസ്പി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൈം ടേബിളാണ്. ഇനി നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ 2 ദിവസം താമസിച്ചെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുവിടുക. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ്. ഡിസ്കസ് ചെയ്താലോ? ജെനറ്റിക്സ് അല്ലേ. നമുക്കറിയാം ജെനറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓറിയൻറ്റഡ് അല്ല. ബോട്ടണി പഠിച്ചവർക്കും സിലബസ് പഠിച്ചവരും എല്ലാവരും ഒരുപോലെ പഠിച്ചു പോന്നിട്ടുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ജെനറ്റിക്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബോട്ടണി സുവോളജിക്കാരെ സംബന്ധിച്ച് ഇതൊരു കോമൺ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കോമൺ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും അല്ലേ. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, ഒരു 5 മാർക്കിൽ താഴെയെങ്കിലും മൊഡ്യൂൾ 3യിൽ നിന്നും മൊഡ്യൂൾ 7ൽ നിന്നും വരും. ഈ 2 മൊഡ്യൂൾസിലുമായിട്ടാണ് എന്ത് കിടക്കുന്നത്? ജെനറ്റിക്സ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കുറച്ചൊരു കാര്യം ഒന്ന് നോക്കിയേക്കാം അല്ലേ. ടർണർ സിൻഡ്രോം ഇത് ഏതിൻ്റെ ഫലമായാണ് സംഭവിക്കുന്നത്?
ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് ഏതിൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നള്ളിസോമി, മോണോസോമി, ട്രൈസോമി, പോളിസോമി, ഇതിൻ്റെ ഏത് കാരണങ്ങൾ കൊണ്ടാണ് ടർണേഴ്സ് സിൻഡ്രോം ഉണ്ടാകുന്നത്? നമുക്കറിയാം ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു സെക്സ് ലിങ്ക്ഡ് ഡിസീസാണ് അല്ലേ. ഒരു സെക്സ് ലിങ്ക്ഡ് ഡിസീസിനെ നമ്മളെന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രോമോസോമൽ ഡിസോർഡർ ആണ് ഏതെന്ന് പറയുന്നത്? ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. നമുക്ക് 2 സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രോമോസോമൽ ഡിസോർഡർ പഠിക്കാനുള്ളത്. ഒന്ന് ടർണേഴ്സ് സിൻഡ്രോം, മറ്റൊന്ന് എന്താണ്? ക്ലിൻഫിൽട്രർ സിൻഡ്രോമാണ്. ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടർണേഴ്സ് സിൻഡ്രോം ഉണ്ടാകാനുള്ള കാരണം എന്ത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മോണോസോമിയാണ്. എന്താണ് കാരണം? മോണോസോമിയാണ്. ഇനി എന്താണ് മോണോസോമി എന്ന് ചോദിച്ചാൽ, പലതരത്തിലുള്ള ക്രോമോസോമൽ കണ്ടീഷൻസ് ഉണ്ട്. പല രീതിയിൽ ക്രോമോസോം നമ്പറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ക്രോമോസോം നമ്പറിൻ്റെ ഡിഫറൻസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് മൂലമാണ് എന്തുണ്ടാകുന്നത്? ടർണേഴ്സ് സിൻഡ്രോം ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയാണ് ആ ഡിഫക്റ്റ് വരുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2n നമ്പറാണ്. ഇതിനെ നമ്മളെന്ന് വിളിക്കാം 46, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് സെറ്റ് എന്ന് വിളിക്കും അല്ലേ. ഈ 2n നമ്പറിൽ നിന്നും എത്ര കുറയുമ്പോഴാണ് വരിക? ഒരു ക്രോമോസോം കുറയുമ്പോൾ എന്ത് കണ്ടീഷനാകും? മോണോസോമി കണ്ടീഷനാകും. അതായത് 2n നമ്പറിൽ നിന്നും 1 കുറഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് മോണോസോമി കണ്ടീഷൻ എന്ന് പറയുന്നത്. 2n - 1 എത്രയായിരിക്കും? ക്രോമോസോം നമ്പർ 46 വരേണ്ട സ്ഥാനത്ത് എത്ര വരും? 45 വരും. ഈ 45 ആണ് ക്രോമോസോം നമ്പർ എങ്കിൽ എന്ത് വരും? ടർണേഴ്സ് സിൻഡ്രോം വരും. ഇനി ഏത് 45 നമ്പർ വന്നു കഴിഞ്ഞാലും ടർണേഴ്സ് സിൻഡ്രോം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. ആ കുറവാകേണ്ട ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് എന്ത് ക്രോമോസോം ആയിരിക്കണം? അതൊരു സെക്സ് ക്രോമോസോം ആയിരിക്കണം. ഒരു സെക്സ് ക്രോമോസോമിൽ നിന്നും ഒരു ക്രോമോസോം കുറഞ്ഞു വരുന്ന കണ്ടീഷൻ, ആ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടർണേഴ്സ് സിൻഡ്രോം അല്ലേ. ഈ ടർണേഴ്സ് സിൻഡ്രോത്തിന് പല പേരുകളുണ്ട്. അതിലൊരു പേരാണ് X0 എന്ന് പറയും. ടർണേഴ്സ് സിൻഡ്രോം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് X0 അനോമലീസ്. അപ്പോൾ നമുക്കറിയാം ഈ അതുപോലെ ടർണേഴ്സ് സിൻഡ്രോത്തിന് വേറൊരു പേരും കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ X0 ഫീമെയിൽ എന്നൊരു പേരുണ്ട്. X0 ഫീമെയിൽ, ആ പേരിനകത്ത് തന്നെയുണ്ട്. അതായത് ഇത് ഫീമെയിൽസിനെ ബാധിക്കുന്ന രോഗമാണ്. ആരെ ബാധിക്കുന്ന രോഗമാണ്? സ്ത്രീകളെ ബാധിക്കുന്ന രോഗമാണ്. ആ സ്ത്രീകളെ എന്തുകൊണ്ടാണ് ബാധിക്കാൻ കാരണം? ആ സ്ത്രീകളുടെ XX എന്ന് പറയുന്ന ക്രോമോസോമിൽ എന്തുണ്ടാവില്ല? ഒരു X ക്രോമോസോം ഉണ്ടാവില്ല. തൽഫലമായിട്ട് ഏത് കണ്ടീഷനിലോട്ട് വരും? X0 എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് വരും. ആ X0 കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ടർണേഴ്സ് സിൻഡ്രോം. ആ X0 എന്ന് പറയുന്ന കണ്ടീഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് എന്ത്? മോണോസോമിയാണ്. മോണോസോമി മൂലമാണ് ഏത് കണ്ടീഷൻ ഉണ്ടാകുന്നത്? 2n - 1 എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നതിൽ ഈ 2n - 1 പറയുന്ന പേരാണ് എന്ത്? മോണോസോമി. അതിൻ്റെ ഫലമായിട്ട് എത്ര ക്രോമോസോം ഉണ്ടാവും? 45 ക്രോമോസോം ഉണ്ടാവും. എവിടെ നിന്നാണ് ആ ക്രോമോസോം കുറവ് വരുന്നത്? എവിടെ നിന്നാണ്? സെക്സ് ക്രോമോസോമിൽ നിന്നാണ്. ഏത് സെക്സ് ക്രോമോസോമാണ് കുറയുന്നത്? X ക്രോമോസോമാണ് കുറയുന്നത്. X ക്രോമോസോം കുറയുന്നത് മൂലം തന്നെ 2 X ക്രോമോസോമിൽ നിന്നും 1 X ക്രോമോസോം കുറയുന്നത് കൊണ്ട് തന്നെ ഇത് ആരെ അഫക്റ്റ് ചെയ്യുന്ന രോഗമായിരിക്കും? സ്ത്രീകളെ അഫക്റ്റ് ചെയ്യുന്ന രോഗമായിരിക്കും. ക്ലിയർ ആയല്ലോ എന്താണ് മോണോസോമി എന്ന് പറയുന്നത്? ഇനി ഇതിനകത്ത് ഓപ്ഷൻസ് മറ്റേതും കൂടി ഒന്ന് നോക്കിയേക്കാം നമുക്ക് അല്ലേ. എന്താണ് നള്ളിസോമി എന്ന് പറയുന്നത്? നള്ളിസോമി എന്ന് വെച്ചാൽ 2n ക്രോമോസോംസിൽ നിന്നും 2 ക്രോമോസോംസ് കുറയുന്ന കണ്ടീഷനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? നള്ളിസോമി എന്ന് വിളിക്കും. അതായത് 46 നമ്പർ ആണ് എങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ക്രോമോസോം നമ്പർ? നള്ളിസോമി വരുന്ന ആളുകളിൽ ക്രോമോസോം നമ്പർ എത്ര വരും? 44 വരും. ആ കണ്ടീഷന് പറയുന്ന പേരാണ് നള്ളിസോമി എന്ന് പറയുന്നത്. ഇനി ട്രൈസോമി കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഡിപ്ലോയിഡ് സെറ്റ് ഉണ്ട്. ആ ഡിപ്ലോയിഡ് സെറ്റിൽ നിന്നും ഒരു ക്രോമോസോം കൂടി കഴിഞ്ഞാൽ അതെന്ത് കണ്ടീഷനാകും? ട്രൈസോമി കണ്ടീഷനാകും. അതായത് 46 + 1 എത്ര വരും? 47. ഇതിനകത്ത് 47 നമ്പർ വരുന്ന ഒരു ക്രോമോസോം ഡിസീസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഏതാണ്? ക്ലീൻഫിൽട്രർ സിൻഡ്രോം അല്ലേ. ക്ലീൻഫിൽട്രർ സിൻഡ്രോം ആണ് ഒരു ട്രൈസോമി കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നത്. ഇനി വേറെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോസോമൽ ഡിസീസ് കൂടി നമ്മൾ പഠിക്കും. ഏതാണ്? ട്രൈസോമി 21 എന്ന് പറയുന്നത് ഏതാ? ഡൗൺ സിൻഡ്രോം അല്ലേ. ഡൗൺ സിൻഡ്രോം. ഇനി വേറെയും ഡിസീസ് ഉണ്ട്, എഡ്വേർഡ് സിൻഡ്രോം. എന്താണ്? ട്രൈസോമി ഇത് 21 ആണ്. ട്രൈസോമി 21 ആണ്. ട്രൈസോമി 18 എന്ന് പറയുന്നത് ഏതാണ്? എഡ്വേർഡ് സിൻഡ്രോം അല്ലേ. ട്രൈസോമി 21 എന്ന് വെച്ചാൽ എന്താ? 21st ക്രോമോസോംസിനകത്ത് ഒരു ക്രോമോസോം അഡീഷണൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ട്രൈസോമി കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് 21st ക്രോമോസോമിലാണ് വരുന്നതെങ്കിൽ അതെന്ത് കാരണമാകും? ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷന് കാരണമാകും. ഇനി 18ാമത്തെ ക്രോമോസോംസിലാണ് ഒരു ക്രോമോസോം അഡീഷണൽ വരുന്നതെങ്കിൽ ആ ക്രോമോസോം കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എഡ്വേർഡ് സിൻഡ്രോം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി അടുത്തത് പോളിസോമി കണ്ടീഷൻ. അതെ, പോളിസോമി കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ 2n ഡിപ്ലോയിഡ് നമ്പറിൽ നിന്ന് എത്ര നമ്പർ കൂടിക്കഴിഞ്ഞാലും അതെന്താകും?
ഒരു പോളിസെമി കണ്ടീഷൻ ആവും. ഇപ്പോൾ 2n+1 ട്രൈസോമി എന്ന് പറയുന്നത് എന്തിനാ എക്സാമ്പിളാണ്? ഒരു പോളിസോമി കണ്ടീഷനാണ്. ടെട്രാസോമി ആയാലും ഇല്ലെങ്കിൽ ഒക്ടസോമി ആയാലും ഇതെല്ലാം എന്ത് വരും? പോളിസോമിയിൽ വരും. അതായത് 2n+1 എന്ന് പറഞ്ഞാൽ ഒരു പോളിസോമി കണ്ടീഷനാണ്. 2n+3 എന്ന് പറഞ്ഞാൽ ഒരു പോളിസോമി കണ്ടീഷനാണ്. 2n+4 എന്ന് പറഞ്ഞാൽ ഒരു പോളിസോമി കണ്ടീഷനാണ്. ഇങ്ങനെ എക്സ്ട്രാ ക്രോമസോംസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മളെന്ന് വിളിക്കുക, അല്ലെങ്കിൽ കണ്ടുവരുന്ന കണ്ടീഷനെയാണ് നമ്മളെന്ന് വിളിക്കാം പോളിസോമി കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്താണ് നള്ളിസോമി എന്ന് വെച്ചാൽ ഡിപ്ലോയിഡ് സെറ്റിൽ നിന്നും രണ്ട് ക്രോമസോംസ് കുറയുന്ന കണ്ടീഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നള്ളിസോമി എന്ന് വിളിക്കും. മോണോസോമി എന്ന് വെച്ചാൽ ഡിപ്ലോയിഡ് സെറ്റിൽ നിന്നും ഒരു ക്രോമസോം കുറയുന്നതിന്. ഡിപ്ലോയിഡ് സെറ്റിനോടൊപ്പം ഒരു ക്രോമസോം അഡീഷണൽ കണ്ടു കഴിഞ്ഞാൽ അതെന്താവും? ട്രൈസോമി എന്നോ അല്ലെങ്കിൽ പോളിസോമി എന്നോ ഒക്കെ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ടണ്ണർ സിൻഡ്രോമുമായി ബന്ധപ്പെട്ട് പഠിക്കാം അല്ലേ? അപ്പോൾ ടണ്ണർ സിൻഡ്രോത്തിൻ്റെ 2 പേരുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പേരെന്തായിരുന്നു? X0 ഫീമെയിൽ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അത് വരാൻ കാരണം? ഫീമെയിൽസിലെ എന്തുണ്ടാവുകയുള്ളൂ? ഈ ടർണർ സിൻഡ്രോം ഉണ്ടാവുകയുള്ളൂ. ഇനി ഫീമെയിൽസിൽ തന്നെ ഏത് ക്രോമസോംസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്? സെക്സ് ക്രോമസോംസിൻ്റെ കുറവ് മൂലം. ഫീമെയിൽസിൽ കണ്ടുവരുന്ന സെക്സ് ക്രോമസോംസ് ഏതെല്ലാമാണ്? XX. അതിനകത്ത് ഒരു ക്രോമസോം കുറയുക എന്ന് പറയുന്ന കണ്ടീഷൻ എന്ത് കണ്ടീഷൻ വരും? X0 XX കണ്ടീഷനാണ് കാണേണ്ടത്. പക്ഷേ ആ XX കണ്ടീഷനിൽ എന്ത് കുറയും? ഒരു X എന്ന് പറയുന്നത് കാണപ്പെടാതെയാകും. അങ്ങനെ ഏത് കണ്ടീഷൻ വരും? X0 വരും. അങ്ങനെ X0 കാണപ്പെടുന്ന സ്ത്രീകളെ നമ്മൾ പറയുന്ന പേരാണ് X0 ഫീമെയിൽ എന്ന് പറയുന്നത്. ഇനി അവർ പറയുന്ന മറ്റൊരു പേരാണ് എക്സ് ക്രോമോസോമൽ അനോമലി. ടർണർ സിൻഡ്രോം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ X0 അനോമലി. എന്തുകൊണ്ടാണ് X0 അനോമലി എന്ന് അറിയപ്പെടാൻ കാരണം എക്സ് ക്രോമോസോംസിനെയാണ് അത് ബാധിക്കുന്നത് അല്ലേ? എക്സ് ക്രോമോസോംസ് ആണ് അവിടെ ഡിലീറ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ആ രോഗത്തിന് എന്ത് പേര് വരാൻ കാരണം? എക്സ് ക്രോമോസോമൽ അനോമലി എന്ന് പറയാനായിട്ട് കാരണം. ഇനി എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ആദ്യമായിട്ട് ഈ ക്രോമോസോംസ് ഇതൊരു സിൻഡ്രോം ആണെന്നും ഇത് സ്ത്രീകളെ മാത്രമാണ് ബാധിക്കുക എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത വ്യക്തി ഹെൻറി ടർണറാണ്. 1938 അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഏത് ഡിസീസ് അറിയപ്പെടുന്നത്? ടർണർ സിൻഡ്രോം അറിയപ്പെടുന്നത്. അപ്പോൾ ടർണർ സിൻഡ്രോം കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരെന്താ? ഹെൻറി ടർണർ. ഇനി അടുത്തത്, ഇത് നമ്മൾ പറഞ്ഞ കേസാണ്, സ്ത്രീകളെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന രോഗമാണ്. കാരണം എന്തുകൊണ്ടാണ്? XX ക്രോമോസോമുകളെയാണ് അത് ബാധിക്കുക. ഒരു എക്സ് ക്രോമോസോം കുറയുന്ന കണ്ടീഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി എന്ത് കണ്ടീഷൻ മൂലമാണ്, അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, എന്ത് ജെനറ്റിക്കൽ റീസൺ മൂലമാണ് ഈ ജെനറ്റിക് റീസൺ, എന്ത് സൈറ്റോളജിക്കൽ റീസൺ മൂലമാണ് ഈ ക്രോമോസോമൽ ഡിസോർഡർ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ ഡിസ്ജങ്ഷൻ ആണ്. നോൺ ഡിസ്ജങ്ഷൻ എന്ന് വെച്ചാൽ ഇതൊരു സെൽ ഡിവിഷൻ്റെ അപാകതയാണ്. സെൽ ഡിവിഷനിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്. ഒരു സാധാരണഗതിയിൽ നമുക്കറിയാം ഇതൊരു സാധാരണ ക്രോമോസോമൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിവിഷനാണ്, ക്രോമോസോമൽ ഡിവിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കൊരു ക്രോമോസോംസ് അറിയാം. ഇതാണ് ഒരു ഊസൈഡ്സ് എങ്കിൽ ഈ ഊസൈഡ്സ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. പ്രൈമറി ഊഗോണിയം എന്തായിട്ട് മാറും? ആദ്യം എന്തായിട്ട് മാറും? ഇതൊരു ഊഗോണിയം സെൽസ് ആണ്. ഊഗോണിയം സെൽസ് അതിൻ്റെ ഡിവിഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? കുറേ അധികം ഒരു പ്രൈമറി ഊസൈഡ്സ് ആയിട്ട് മാറും. ഇതൊരു പ്രൈമറി ഊസൈഡ്സ് ആണ്. പ്രൈമറി ഊസൈഡ്സിന് എന്ത് നടക്കും? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കും അല്ലേ? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. ആ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 2 അൺഈക്വൽ സെൽസ് ഫോം ചെയ്യും. ഒരു വലിയ സെല്ലും ഫോം ചെയ്യും, ഒരു ചെറിയ സെല്ലും ഫോം ചെയ്യും. ചെറിയ സെല്ലിനെ നമ്മൾ പോളാർ ബോഡി എന്നും വലിയ സെല്ലിനെ എന്തെന്ന് വിളിക്കും? ഒരു ഓവം എന്നും വിളിക്കും, അല്ലെങ്കിൽ സെക്കൻഡറി യൂസൈഡ്സ് എന്ന് വിളിക്കും. ഈ സെക്കൻഡറി യൂസൈഡ്സിന് പിന്നെയും ഡിവിഷൻ നടക്കും അല്ലേ? സെക്കൻഡറി യൂസൈഡ്സിന് പിന്നെയും ഡിവിഷൻ നടന്ന് എന്ത് ഫോം ചെയ്യും? ഒരു പോളാർ ബോഡി ഉണ്ടാകും, ഒരു ഓവവും ഉണ്ടാകും. അപ്പോഴിതിൻ്റെ ക്രോമോസോം നമ്പർ എത്രയായിരിക്കും? ഡിപ്ലോയിഡ് സെൽസ് ആയിരിക്കും. ഇതൊരു N നമ്പറിലുള്ള ഡിപ്ലോയിഡ് സെൽസ് ആയിരിക്കും. 2 സെറ്റ് 2N നമ്പറിലുള്ള പ്രൈമറി യൂസൈഡ്സ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് ക്രോമോസോം നമ്പർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു സെക്കൻഡറി യൂസൈഡ്സ് ഫോം ചെയ്യുന്നു. അതോടൊപ്പം ഒരു പോളാർ ബോഡിയും ഫോം ചെയ്യുന്നു. പോളാർ ബോഡി എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്യുന്നത്? ക്രോമോസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത് അല്ലേ? അങ്ങനെ സെക്കൻഡറി യൂസൈഡ്സിന് പിന്നെ എന്ത് നടക്കും? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. അങ്ങനെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് പിന്നെയും പോളാർ ബോഡിയും ഫോം ചെയ്യും, ഒരു ഓവം ഫോം ചെയ്യും. ക്രോമോസോം നമ്പറിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? ഒരു ഉണ്ടാവില്ല. ഇതൊരു കറക്റ്റ് ഒരു നോൺ ഡിസ്ട്രക്ഷൻ ഒന്നും നടക്കാതെ ക്രോമോസോംസ് കറക്റ്റായിട്ട് ഈക്വലായിട്ട് ക്രോമോസോം നമ്പറിലൊന്നും വ്യത്യാസം ഉണ്ടാകാതെ കറക്റ്റായിട്ട് നടക്കുന്ന ഒരു സെൽ ഡിവിഷനാണ്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഇതൊരു കറക്റ്റ് സെൽ ഡിവിഷനാണ്. സെൽ ഡിവിഷൻ നടന്ന് സെക്കൻഡറി യൂസൈഡ്സ് ഫോം ചെയ്തു. പ്രൈമറി യൂസൈഡ്സ് ആയിരുന്നു. പ്രൈമറി യൂസൈഡ്സ് പിന്നെ സെക്കൻഡറി യൂസൈഡ്സ് ആയി. ആ സെക്കൻഡറി യൂസൈഡ്സിന് പിന്നെയും മിയോട്ടിക് ഡിവിഷൻ നടന്നു. ആ മിയോട്ടിക് ഡിവിഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് നമുക്കെന്ത് ഫോം ചെയ്തു? ഹാപ്ലോയിഡ് ഓവം ഫോം ചെയ്തു. ഈ ഹാപ്ലോയിഡ് ഓവത്തിന് എന്ത് ചെയ്യും? ഒരു എക്സ് ക്രോമോസോംസും
ഒരു സ്പെർമാറ്റോയിഡ്സ് വന്ന് ബൈൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. 2 ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഈ എക്സ് ക്രോമോസോംസിന് ഇതുമായിട്ട് ബൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യാം, ഇതുമായിട്ട് വേണമെങ്കിലും ബൈൻഡ് ചെയ്യാം. അങ്ങനെ ബൈൻഡ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? ഒരു എക്സ് വൈയും കിട്ടും, ഒരു എക്സും കിട്ടും അല്ലേ. ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു എക്സ് ആണെന്ന് വിചാരിക്കാം. ഒരു എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഫോം ചെയ്യുന്നത് എക്സ് ആണെങ്കിൽ ഒരു ഫീമെയിലും ഫോം ചെയ്യും. ഇവിടെ കിട്ടുന്നത് XY ആണെങ്കിൽ എന്ത് ഫോം ചെയ്യും? ഒരു മെയിലും ഫോം ചെയ്യും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു കുട്ടി ഉണ്ടാവും അല്ലേ. അതായത് ഒരു എക്സ് ക്രോമോസോംസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫീമെയിൽ ഗ്യാമേറ്റ്സിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ഫീമെയിൽ ഗ്യാമേറ്റ് മെയോട്ടിക് ഡിവിഷൻ നടന്ന് ക്രോമോസോം ഡിവിഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നടന്ന് അങ്ങനെ നടന്ന ആ ഓവത്തിനകത്തോട്ട് എന്താ ചെയ്യുന്നത്? ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേംസ് വന്ന് ബൈൻഡ് ചെയ്യുന്നല്ല ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടാകുന്നു. 2 ഈക്വൽ ചാൻസ് ആണ്. വേണമെങ്കിൽ മുഴുവൻ ആൺകുട്ടികളാവും, വേണമെങ്കിൽ മുഴുവൻ പെൺകുട്ടികളാവും, അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ആവാം. ഇത് ഈക്വൽ ചാൻസസ് ആയിട്ട് ഇങ്ങനെയാണ് ഒരു ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു സൈഗോട്ട്സ് ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് നോൺ ഡിസ്ജങ്ഷൻ എന്ന് നോക്കാം. നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഇതൊരു നോൺ ഡിസ്ജങ്ഷൻ ആണ്. ഇതൊരു ഡിപ്ലോയിഡ് സെറ്റായിട്ടുള്ള ക്രോമോസോം, ഇത് ഡിപ്ലോയിഡ് സെറ്റായിട്ടുള്ള ഒരു ഊസൈറ്റ്സ്, ഡിപ്ലോയിഡ് പ്രൈമറി ഊസൈറ്റ്സ് ആണിത്. ആ പ്രൈമറി ഡിപ്ലോയിഡ് ഊസൈറ്റ്സിന് നോൺ ഡിസ്ജങ്ഷൻ സംഭവിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ? അവർ സെപ്പറേറ്റ് ചെയ്യാതെ, ശരിക്കും പറഞ്ഞാൽ ഈ ക്രോമോസോംസ് ഇവിടെ നിന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലേ സെപ്പറേറ്റ് ചെയ്യാതെ ഇവരെന്ത് സംഭവിക്കും? ഇവർ നേരെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെല്ലിലോട്ട് വരും. അപ്പോൾ അവിടെ മറ്റൊരു സെല്ലുണ്ടാവും. ആ സെല്ലെന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഒരു ഓവം ഉണ്ടായിരിക്കുമോ? ഓവം ഉണ്ടാവില്ല. വെറുതെ ഓവമില്ലാത്ത ഒരു സെല്ലും കിട്ടും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു ഓവം മാത്രം വെച്ച് അല്ലെങ്കിൽ ഇവർ വെച്ച് മാത്രം എന്ത് ചെയ്യും? ഇവർക്ക് പിന്നെയും ഡിവിഷൻ നടക്കും. ഇവർ സെക്കൻഡറി മിയോട്ടിക് ഡിവിഷൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഇവർ സെപ്പറേറ്റ് ആയും. പക്ഷെ അപ്പോൾ അവരുടെ ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. അങ്ങനെ ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള ഒരു എക്സ് ക്രോമോസോംസ് എവിടെ ഫോം ചെയ്യും? ഇവിടെ ഫോം ചെയ്യും. അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ എക്സ് ക്രോമോസോംസിനോടൊപ്പം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ഡിപ്ലോയിഡ് സെല്ലുണ്ട്. ആ ഡിപ്ലോയിഡ് സെല്ലിനോടൊപ്പമാണ് ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആര് വന്ന് ബൈൻഡ് ചെയ്യാൻ പോകുന്നത്? സ്പേംസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഈ ഡിപ്ലോയിഡ് സെറ്റിനോടൊപ്പം ഒരു എക്സ് ക്രോമോസോംസ് ആണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു ട്രിപ്ലക്സ് ഫോം ചെയ്യും. ഇതിനോടൊപ്പം ഒരു Y ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ എന്ത് ഫോം ചെയ്യും? ഒരു XXY എന്ന് പറയുന്ന കണ്ടീഷൻ ഫോം ചെയ്യും. ഇത് 2 കണ്ടീഷനിലായാലും ഇതെന്താണ് കണ്ടീഷൻ? ട്രൈസോമി കണ്ടീഷനാണ് ഫോം ചെയ്യുക. നോട്ട് ട്രൈസോമി ട്രൈസോമി കണ്ടീഷൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതേസമയം ഇവിടെ ക്രോമോസോംസ് നടന്നു, ഇവിടെ ക്രോമോസോം ഡിവിഷൻ നടന്നു, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നു, നമുക്കൊരു ഓവം കിട്ടി. ആ ഓവത്തിൻ്റെ ഫലം, ആ ഓവത്തിനകത്തോട്ട് ഒരു ക്രോമോസോംസ് പോലും വന്നില്ല എന്ന് വിചാരിക്കുക. മുഴുവൻ എങ്ങോട്ട് പോയി? പോളാർ ബോഡിയിലോട്ട് പോയി. പോളാർ ബോഡിയിലോട്ട്, അതായത് നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യാതെ സെക്കൻഡറി യൂസൈറ്റ്സിൽ ഒറ്റ ക്രോമോസോംസ് കിട്ടാതെ എങ്ങോട്ട് പോയി? മുഴുവൻ പോളാർ ബോഡിയിലോട്ട് പോയി. അങ്ങനെ പോളാർ ബോഡിയിലോട്ട് ക്രോമോസോംസ് പോയി. ഒരു ക്രോമോസോംസ് പോലും ഇല്ലാത്ത ഈ ഓവത്തിനോടൊപ്പം ആര് ഫെർട്ടിലൈസ് ചെയ്യാൻ വരിക? ഒരു സ്പേം ഫെർട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഓവമുണ്ട്. ആ ഓവത്തിന് എന്തില്ല? എക്സ് സെല്ലുകളില്ല. ആ സെല്ലിനകത്തോട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? അതിനകത്തുള്ള XY, ഈ XYയിലെ എക്സ് ഈ ഓവമില്ലാത്ത എക്സിനോട് ബോഡി ബൈൻഡ് ചെയ്ത് എന്ത് ഫോം ചെയ്യാം? ഒരു X0 ഫോം ചെയ്യും. അല്ലെങ്കിൽ ഈ എക്സ് എന്തിനോട് ബൈൻഡ് ചെയ്യാം? വൈയോടൊപ്പം കൂടി ചേർന്ന് XY എന്ന് പറയുന്ന ഒരു മെയിൽ ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത, അതായത് ഫെർട്ടിലൈസേഷൻ നടന്ന അല്ലെങ്കിൽ നോൺ ഡിസ്ജങ്ഷൻ മിയോട്ടിക് ഡിവിഷനിൽ, ഒരു മിയോട്ടിക് ഡിവിഷനിൽ പോലും എന്ത് നടക്കില്ല? ഒരു നോൺ ഡിസ്ജങ്ഷൻ നടക്കില്ല എന്നല്ല, നോൺ ഡിസ്ജങ്ഷൻ നടന്ന് ഫോം ചെയ്ത ഒരു സെക്കൻഡറി യൂസൈറ്റ്സിൽ ഒന്നും എന്തുണ്ടാവില്ല? ക്രോമോസോംസേ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന എക്സ് ക്രോമോസോംസ് ഇല്ലാത്ത ക്രോമോസോംസിനോട് കൂടി വന്ന് ഒരു എക്സ് ക്രോമോസോം, അതായത് മെയിലിൻ്റെ എക്സ് ക്രോമോസോം ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഏത് കണ്ടീഷനിലോട്ട് എത്തുന്നത്? ഒരു മോണോസോമിക് കണ്ടീഷനിലോട്ട് എത്തുന്നത്. ആ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? X0 കണ്ടീഷൻ. ഇപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നോൺ ഡിസ്ജങ്ഷൻ സംഭവിക്കുന്നതെന്ന് പറയാനാണ്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. ഒരു മെയിൽസിനാണെങ്കിൽ അതെന്ത് നടക്കും? എവിടുന്നേ തുടങ്ങും നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്? അതിൻ്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലേ സംഭവിക്കും. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലാണ് നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ഓവത്തിനകത്ത് ഒരു ക്രോമോസോംസ് പോലും ഉണ്ടാവില്ല. അങ്ങനെ ക്രോമോസോംസ് ഇല്ലാതെ വരുന്ന ആ എക്സ് ക്രോമോസോം ആണോ എന്ന് ചോദിച്ചാൽ അത് ഫീമെയിലിൽ നിന്ന് വരുന്ന ഓവമാണ്. അതിനകത്ത് എന്തില്ല? എക്സ് ക്രോമോസോം ഇല്ല. ആ ക്രോമോസോംസ് ഇല്ലാത്ത ആ എഗ്ഗിനോടൊപ്പം ഒരു മെയിലിലെ എക്സ് ക്രോമോസോംസ് ആണ് വന്ന് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ഫോം ചെയ്യും? X0 ക്രോമോസോംസ് ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ക്രോമോസോംസിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് X0 ഫീമെയിൽസ് എന്ന്
പറയുന്നത്. ഇനി എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രത്യേകത എന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബാർ ബോഡികൾ ഉണ്ടാവില്ല. ആർക്കാ ബാർ ബോഡികൾ ഉണ്ടാവാത്തത്? ഈ ടർണർ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളിൽ ബാർ ബോഡി ഉണ്ടാവില്ല. ഇനി എന്താണ് ബാർ ബോഡീസ് അല്ലേ? എന്താണ് ബാർ ബോഡീസ് എന്ന് വെച്ചാൽ ഒരു മമേലിയൻ എഗ്ഗിൽ കാണപ്പെടുന്ന ഹൈലി അല്ലെങ്കിൽ ഹെട്രോക്രോമാറ്റിക് ആയിട്ടുള്ള ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബോഡീസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബാർ ബോഡികൾ എന്ന് പറയുന്നത്. ഇവിടെ എവിടെയാണ് കാണപ്പെടുന്നത്? മമേലിയൻ സെൽസിലാണ്, മമേലിയൻ എഗ്ഗിലാണ് കണ്ടുവരുന്നത് കേട്ടോ. മാമൽസിൻ്റെ അല്ലെങ്കിൽ സസ്തനികളുടെ എഗ്ഗിലാണ് ഇവ കണ്ടുവരുന്നത്. ഇനി എങ്ങനെയുള്ള സെല്ലുകളാണ്? ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഹെട്രോക്രോമാറ്റിക് ആയിട്ടുള്ള സെല്ലുകളെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ബാർ ബോഡികൾ എന്ന് പറയുന്നത്. സിംഗിൾ എക്സ് ക്രോമോസോംസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇവർക്ക് ലയണൈസേഷൻ, സിമ്പിൾ എക്സ് ക്രോമോസോംസ് ഓർ ലയണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളിതിനെ എക്സ് ഇനാക്ടിവേഷൻ എന്ന് പറയും. എന്താണ് ഈ എക്സ് ഇനാക്ടിവേഷൻ എന്നല്ലേ? എന്താണ് എക്സ് ഇനാക്ടിവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്കറിയാം സ്ത്രീകളിൽ 2 എക്സ് ക്രോമോസോമും പുരുഷന്മാരിൽ 1 എക്സ് ക്രോമോസോമും 1 വൈ ക്രോമോസോംസും ഉള്ളത് അല്ലേ? ശരിക്കും ഈ എക്സ് ക്രോമോസോംസ് 1 എക്സ് ക്രോമോസോംസിൻ്റെ ഡോസേജ് മാത്രം മതി എന്ത് ചെയ്യാൻ? നമ്മുടെ ടോട്ടൽ ഫീമെയിൽ ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ സെക്ഷലി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ആയിക്കോട്ടെ, എന്തിനേയും കേപ്പപ്പ് ചെയ്യാൻ ഇല്ലെങ്കിൽ എന്തിനേയും ഏബിൾ ആക്കാൻ നമുക്ക് എന്തു മാത്രം മതി? എന്തിൻ്റെ ഡോസേജ് മാത്രം മതി? ഒരൊറ്റ എക്സ് ക്രോമോസോംസിൻ്റെ ഡോസേജ് മാത്രം മതി. അത്രയും ഡോസേജ് തന്നെയുള്ള ആളാണ് ആ എക്സ് ക്രോമോസോംസിനകത്തുള്ള അല്ലെങ്കിൽ ആ ക്രോമോസോംസിനകത്തുള്ള മറ്റ് എക്സ് ക്രോമോസോമും. ഏതെങ്കിലും ഒരു ക്രോമോസോംസിൻ്റെ ഡോസേജ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താകും? നമ്മൾ ഫുള്ളി പാക്കഡ് ആകും. ഒരു പെൺകുട്ടിക്ക് അതിൻ്റെ എല്ലാ സവിശേഷതകളും, അതിപ്പോൾ ഒരു ജെനറ്റിക് ആയാലും അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഫീച്ചർ ആയാലും റിപ്രൊഡക്ഷണറി പാർട്ടായാലും അതെല്ലാം കേപ്പപ്പ് ചെയ്യാൻ ആര് മാത്രം മതി? 1 എക്സ് ക്രോമോസോംസ് മതി. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവരിലോട്ടാണ് 2 എക്സ് ക്രോമോസോംസ് വരുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? ഒരു സൂപ്പർ പവർ പോലെ ഉണ്ടാവും അല്ലേ? ആ സൂപ്പർ പവർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? എന്ത് ചെയ്യും? ഈ എക്സ് ക്രോമോസോംസിൻ്റെ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇനാക്ടിവേഷൻ നടക്കും. ഏത് സ്റ്റേജിന് നടക്കും? ഗാമറ്റോജെനിസിസ് നടക്കുന്ന സമയത്തെ ഇല്ലെങ്കിൽ ഫസ്റ്റ് ക്ലീവേജ് നടക്കുന്ന സമയത്തെ എന്ത് നടക്കും? ഇവരുടെ 1 എക്സ് ക്രോമോസോംസ് എന്ന് പറയുന്നത് എന്താകും? ഇനാക്റ്റീവ് ആകും. അങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമോസോംസ് ആയിരിക്കും എപ്പോഴും ആരിലുണ്ടാവുക? ഒരു ഫീമെയിലുണ്ടാവുക. അങ്ങനെ എക്സ് ക്രോമോസോംസ് ഉണ്ടെങ്കിലും അവരിൽ എന്ത് മാത്രമേ ഉള്ളൂ? 1 എക്സ് ക്രോമോസോംസ് മാത്രമേ ആക്റ്റീവ് ആകുള്ളൂ. മറ്റ് എക്സ് ക്രോമോസോംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇനാക്റ്റീവ് ആകും. ഇത് ഇനാക്റ്റീവ് ആക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഹെട്രോക്രോമാറ്റൈസേഷൻ വഴിയാണ്. അതായത് ഡാർക്ക് സ്റ്റെയിൻഡ് ബോഡീസ് ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാർ ബോഡീസിൻ്റെ ഡെപ്പോസിഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഈ എക്സ് ക്രോമോസോംസിനെ ഇനാക്റ്റീവ് ആക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് എന്ത്? ലയണൈസേഷൻ എന്ന് കേട്ടോ. അപ്പോൾ ലയണൈസേഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എക്സ് ക്രോമോസോംസിൻ്റെ ഇനാക്ടിവേഷനുമായി ബന്ധപ്പെട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എക്സ് ഇനാക്ടിവേഷൻ നടക്കുന്നത്? അതായത് ഡോസേജ് കോമ്പൻസേഷനാണ്. അതായത് 1 എക്സ് ക്രോമോസോംസിൻ്റെ എഫക്റ്റ് മാത്രം മതി ഒരു ഫീമെയിൽ ബോഡിയിൽ അവരുടെ എല്ലാ സ്ത്രീപരമായിട്ടുള്ള ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. ഒരു എക്സ്ട്രാ എക്സും കൂടി വരുമ്പോഴേക്കും അവരിൽ എന്താകും? ഒരു എക്സ്ട്രാ ഡോസേജ് വരും. ആ ഡോസേജ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് പ്രോസസ്സ് നടക്കുന്നത്? ലയണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അത് ഏത് വഴിയാണ് നടക്കുന്നത്? ഹെട്രോക്രോമാറ്റിനൈസേഷൻ വഴിയാണ്. അല്ലെങ്കിൽ ബാർ ബോഡീസ് ഫോം ചെയ്തിട്ടാണിത് നടക്കുന്നത്. കാരണം ടണൽ സിൻഡ്രോത്തിനകത്ത് ബാർ ബോഡികളുണ്ടോ? ബാർ ബോഡികളില്ല. അതുകൊണ്ട് എന്ത് നടക്കില്ല? ലയണൈസേഷനോ അല്ലെങ്കിൽ ഹെട്രോക്രോമാറ്റിനൈസേഷനോ ഒക്കെ എന്തുണ്ടാവില്ല? അതിൻ്റെയൊക്കെ ഡിഗ്രി വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും. ഇനി ഏതെല്ലാം കേസുകളിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഒരു ടണൽ സിൻഡ്രോം അല്ലെങ്കിൽ X0 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോം ചെയ്യുന്നത്? അതായത് എക്സ് ഇല്ലാത്ത ഒരു അണ്ടം ഒരു ബീജവുമായിട്ട്, നോർമൽ ബീജവുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ, ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അതായത് ഒരു നോർമലായിട്ടുള്ള ബീജം, ഒരു നോർമലായിട്ടുള്ള സ്പോം ഒരു എക്സ് ക്രോമോസോംസ് ഇല്ലാത്ത ഒരു അണ്ടവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? X0 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോം ചെയ്യും. അതൊന്ന്. രണ്ടാമത്തേത് സാധാരണ ഒരു എക്സ് ക്രോമോസോം അല്ലെങ്കിൽ ഒരു സാധാരണ ഓവം, എക്സ് ക്രോമോസോം ഉള്ള ഒരു ഓവം, ആ ഓവം എന്ത് ചെയ്യാം? ഒരു അബ്നോർമൽ ആയിട്ടുള്ള XY യുമായിട്ട് ബൈൻഡ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
എന്ത് സംഭവിക്കും? ഈ ഒരു ബീജമാണ്. ആ ബീജത്തിനകത്ത് എന്തുണ്ടാവില്ല? എക്സ് എന്ന് പറയുന്ന ക്രോമസോംസ് ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ടർണർ സിൻഡ്രോം ഉള്ള ഒരു കുഞ്ഞ് ഫോം ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷനാണ്. അതായത് സാധാരണ എഗ്ഗ്, ഒരു നോർമൽ എഗ്ഗ്, ആ എഗ്ഗ് എന്തുമായിട്ട് ബൈൻഡ് ചെയ്യും? ഒരു അബ്നോർമൽ ആയിട്ടുള്ള XY. അബ്നോർമൽ ആയിട്ട് XY എന്ന് വെച്ചാൽ എന്താ? ആ ജെൻസിൽ എന്തുണ്ടാവില്ല? X ക്രോമസോംസ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു XX സിക്താണ്ഡം ആദ്യ പിളർപ്പിൽ ഒരു X ക്രോമസോം നഷ്ടപ്പെടുമ്പോൾ, നമുക്കറിയാം ഇതാണ് ഒരു സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള സൈഗോട്ട്, ഒരു പെൺകുട്ടിയുടെ സൈഗോട്ടാണ്. ഈ സൈഗോട്ടിൻ്റെ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ എന്ത് നഷ്ടപ്പെടും? ഒരു ക്രോമസോംസ് നഷ്ടപ്പെടുന്ന കണ്ടീഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പിളർപ്പിൽ തന്നെ എന്ത് സംഭവിക്കാം? ഒരു X0 കണ്ടീഷനായിട്ട് മാറാം. ഈ 3 കണ്ടീഷനുകളിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഒരു ടർണർ സിൻഡ്രോം സംഭവിക്കുക. എന്തെല്ലാമാണ് ഈ ടർണർ സിൻഡ്രോം ഉള്ള ആളുകളുടെ ലക്ഷണങ്ങൾ? 1, അവർക്ക് വളരെ ഉയരം കുറവായിരിക്കും. ഏകദേശം 143-145 സെൻറ്റിമീറ്റർ മാത്രമേ അവർക്ക് ഉയരം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഹോർമോൺ ഇൻബാലൻസ് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ബോഡിയിൽ എന്തുണ്ടാവില്ല? ഒരു X ക്രോമസോംസ് ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യില്ല? അവരുടെ ഹോർമോൺസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അണ്ടാശയം പൂർണ്ണ വളർച്ച എത്തുന്നില്ല. രണ്ടാമത്തത് ലൈംഗിക സ്വഭാവ സവിശേഷതകൾ പ്രകടമാകില്ല. പ്രത്യുൽപാദന ശേഷിയും ഉണ്ടായിരിക്കില്ല. ഏത് വഴിയാണ് അല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് വഴിയാണ് ഇത് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംനിയോസെൻറ്റസിസ് ആണ്, അല്ലേ? കോറിയോണിക് വില്ലൈ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഡിസീസാണ്, അല്ലെ? കണ്ടുപിടിക്കുന്ന ടെസ്റ്റ്, അതിനെയാണ് നമ്മളെന്ന് വിളിക്കുക ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്നത്. ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന പ്രീനേറ്റൽ ചെക്കപ്പ് വഴിയാണ് ഒരു കുഞ്ഞിൻ്റെ ക്രോമോസോമൽ ഡിസോർഡേഴ്സ്, അതിപ്പോൾ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ആയാലും ടർണർ സിൻഡ്രോം ആയാലും നമ്മളെങ്ങനെ അറിയാം? ആംനിയോസെൻറ്റസിസ്. എന്താണ് ആംനിയോസെൻറ്റസിസ് എന്ന് വെച്ചാൽ പ്രീനേറ്റൽ ചെക്കപ്പാണ്. പ്രീനേറ്റൽ ഡയഗ്നോസിസിനെ പറയുന്ന പേരാണ് ആംനിയോസെൻറ്റസിസ്. അതായത് ടർണർ സിൻഡ്രോം ഉള്ള ആളുകളെന്ന് വെച്ചാൽ ഒരു X0 ആണ്. ആ X0 ഉള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ എന്തുണ്ടാവില്ല? ഒരു നോർമൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്ഥലമർച്ച ഉണ്ടാവില്ല. അതുപോലെ തന്നെ യൂട്രസോ ഓവറികളോ ഒന്നും എന്ത് ചെയ്യില്ല? ഡെവലപ്പ് ചെയ്യില്ല. അവയെല്ലാം എങ്ങനെയായിരിക്കും? അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. സോ ദീസ് ആർ അബൌട്ട് ടർണർ സിൻഡ്രോം. ഇനിയുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, അല്ലേ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടർണർ സിൻഡ്രോവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു HSA നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? HSAയുടെ വെക്കേഷൻ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. എന്നെപ്പോലെ ഒരുപാടധികം ടീച്ചേഴ്സ് ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അറിവുള്ളവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു.